CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ്സിയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം കൊൽക്കത്തൻ ഡെർബി എന്നാണ് അറിയപ്പെടുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ 1-3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മത്സരത്തിന്റെ 14-ാം മിനിറ്റിൽ തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ്സിക്ക് ഒരു പെനാൽറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഗോളാക്കി മാറ്റാൻ ക്ലീറ്റൻ സിൽവയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് 27-ാം മിനിറ്റിൽ ജെയ്സൺ കമ്മിൻസൺ ആണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം ഒന്നാം പകുതിയിൽ തന്നെ 36-ാം മിനിറ്റിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടിയിട്ട് ലിസ്റ്റൺ കൊളോക്ക എന്ന സൂപ്പർ താരം രണ്ടാമത്തെ ഗോൾ നേടി. ശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടിയിട്ട് ദിമിത്രോസ് പെട്രഡോസ് ഒരു പെനാൽറ്റിയിൽ നിന്നും ഗോൾ സ്വന്തമാക്കുകയും ചെയ്തു. ഈ ഒരു ഗോളോടുകൂടി 3-0 എന്ന സ്കോറിലായി മത്സരം. തുടർന്ന് രണ്ടാം പകുതിയിലേക്ക് കടന്നപ്പോൾ 53-ാം മിനിറ്റിൽ സ്വോൾ ക്രൊപ്സോ എന്ന സൂപ്പർ താരം ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ട് 53-ാം മിനിറ്റിൽ ഒരു ഗോൾ സ്വന്തമാക്കി. ഇതോടെ 1-3 എന്ന സ്കോറിലായി മത്സരം. ഏതായാലും ഇതിനുശേഷം കളിയുടെ അവസാനം എത്തിയപ്പോഴേക്കും ഒരുപാട് അവസരങ്ങൾ രണ്ട് ടീമും സൃഷ്ടിച്ചു എങ്കിലും അത് ഗോളാക്കി മാറ്റാൻ ആർക്കും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഏതായാലും നമുക്ക് ഇന്നത്തെ മാച്ച് സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടക്കാം. ഷോട്ടുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മോഹൻ ബഗാനിന്റെ ഭാഗത്തു നിന്നും 11 ഷോട്ടുകളാണ് ഉതിർത്തിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തു നിന്നും വെറും 11 ഷോട്ടുകൾ മാത്രമാണ് ഉതിർന്നിട്ടുള്ളത്. ഇനി ഓൺ ടാർഗറ്റ് ഷോട്ടുകളുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ എഫ്സിയുടെ ഭാഗത്ത് നിന്നും 5 ഷോട്ടുകളും ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്ത് 4 ഷോട്ടുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഓവറോൾ കളിയുടെ പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും 47% മാത്രമാണ് മോഹൻ ബഗാന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ബാക്കി 53% ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മുഴുവനായിട്ടുള്ള പാസിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 360 പാസുകളാണ് ഇന്ന് മോഹൻ ബഗാൻ എഫ്സി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ 405ഓളം പാസുകൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാസിംഗ് ആക്യുറസിയിലേക്ക് നോക്കുകയാണെങ്കിൽ 78% പാസിംഗ് ആക്യുറസിയാണ് മോഹൻ ബഗാന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. 80% ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫൗളുകളുടെ എണ്ണത്തെ നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്ത് 12 ഫൗളുകളാണ് കാണാൻ സാധിക്കുന്നത്. മോഹൻ ബഗാന്റെ ഭാഗത്ത് 14 ഫൗളുകളും കാണാൻ സാധിക്കും. ഇനി യെല്ലോ കാർഡിന്റെ കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് 3 യെല്ലോ കാർഡുകളാണ് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ 5 യെല്ലോ കാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇനി കോർണറിന്റെ കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ന് 8 കോർണറുകളാണ് എടുത്തിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ വെറും 2 കോർണറുകൾ മാത്രമാണ് ടേക്ക് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മത്സരശേഷം ISLന്റെ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ 36 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ് നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഉള്ളത്. ഈസ്റ്റ് ബംഗാൾ എഫ്സി ആണെങ്കിൽ 18 പോയിന്റുമായി 10-ാം സ്ഥാനത്തുമാണ് നിലകൊള്ളുന്നത്. ഇനി മലയാളികളുടെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ നോക്കുകയാണെങ്കിൽ 29 പോയിന്റോട് കൂടി പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ അടുത്ത മത്സരം ഈ വരാൻ പോകുന്ന ബുധനാഴ്ചയാണ്. അതും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കെതിരാണ് ഈ ഒരു മത്സരം വരുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.